നമസ്കാരം. എൻ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി സുരേഷ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. കളക്ഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം. എൻ ഡിസൈൻ ജുവൽ സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തത്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഇയറിങ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ജിമിക്കി, സ്റ്റഡ്സ്, ഹാങ്ങിങ്സ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾ കളക്ഷനിലുണ്ട്. അപ്പം ഇത് ഓർഡർ ചെയ്യാനായിട്ട് നമ്മളൊരു നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നമ്പറിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് വ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ആഡ് ടു കാർട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാലും മതി. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാലും മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. എങ്ങനെ ചെയ്താലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇയറിങ്സും 500 റുപ്പീസിന് മുകളിലുള്ള ഇയറിങ്സ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൾ ടുഗെദർ 500 റുപ്പീസിന് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഇയറിങ്സും ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ, നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ തന്നെ നമ്മൾ ഇയറിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഇയറിംഗ് ഒക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ളതാണ്. കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഇയറിങ്സ്, ഇതിൻ്റെ പല ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ഇയറിങ്സ് ആണ് ഇതെല്ലാം. അതിനകത്ത് ഫെദറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ കാറ്റലോഗ് വിസിറ്റ് ചെയ്യുക. നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹായ് ഓൾ, നല്ല ബാന്തിനി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതും ജോർജറ്റിൽ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്യാത്ത കുറച്ച് കളേഴ്സും പിന്നെ കുറച്ച് റീസ്റ്റോക്കും, അങ്ങനെ എല്ലാം കൂടെ നമുക്ക് കാണാം. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ബാന്തിനി ഡിസൈനാണ്. ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. 44 വിട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. ഒരു ഹക്കോബ ബ്ലൗസിൻ്റെ ഒപ്പം പെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിതൊരു സ്ലീവ്ലെസ് ടോപ്പ് തയ്ച്ചിട്ട് ജസ്റ്റ് ഒരു ഹക്കോബ കൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഹാഫ് ജാക്കറ്റൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റി ആയിട്ട് പാറ്റേൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. 100 റുപ്പീസ് പെർ മീറ്റർ ആണ് വരുന്നത്. അതിൻ്റെ തന്നെ ആ സെയിം ഡിസൈൻ നമുക്ക് ഓറഞ്ചിലും വന്നിട്ടുണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, അങ്ങനെ 3 ഷെയ്ഡിൽ ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ബാന്തിനി ഡിസൈൻ വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് 44 വിഡ്ത്തിൽ വരുന്നതാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തി ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ്. എലൈൻ കുർത്തിക്കും നല്ലൊരു ഐറ്റം. 100 റുപ്പീസ് പെർ മീറ്റർ. അടുത്തതായിട്ട് അതിൻ്റെ പിങ്ക് ഷെയ്ഡ് കാണാം. ഗ്രൂപ്പ് ഓർഡർ ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണിത്. കാരണം നമുക്ക് ലോ ബഡ്ജറ്റ് ഐറ്റമാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ടോപ്പൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇത് ഒന്നിച്ച് നമുക്ക് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഭയങ്കര ഭംഗിയായിരിക്കും. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷൻ വരുന്നു. അടുത്ത ചെറിയ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ആ ഒരു ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്കൊരു 4 ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. ഈ ഗ്രീൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടില്ല, അങ്ങനത്തെ ഷെയ്ഡാണിത്. നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്, അതിനകത്തൊരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹക്കോബ കളക്ഷൻസും കാണിക്കുന്നുണ്ട്. ഫുട്ബോൾ ഹക്കോബയാണ്. അപ്പോൾ ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് അതിനകത്തൊരു ക്രീം ഹക്കോബയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൽ വരുന്നത് പിങ്ക് ആണ്. പിങ്കിൽ വരുന്നത് വൈറ്റ് കോമ്പിനേഷനാണ്. 44 വിഡ്ത്ത് വരുന്ന ഫാബ്രിക് ജോർജറ്റ് ഫാബ്രിക്കാണ്. 100 റുപ്പീസ് പെർ മീറ്റർ വരുന്നു. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ക്രേപ്പ് ലൈനിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി കിട്ടുക. പിന്നെ കോട്ടൺ ലവേഴ്സിന് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് മേക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ഈ ഒരു ബാന്തിനി ഡിസൈൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ഡിസൈനാണ്. സാരിക്കൊക്കെ നല്ല ഭംഗിയാണ്. ജസ്റ്റ് 5.5 മീറ്റർ കട്ട് ചെയ്താൽ 2 എഡ്ജൊക്കെ ഫിനിഷ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും വേണ്ട. 5.5 മീറ്റർ കട്ട് ചെയ്ത് നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് നാൾ നമുക്ക് സാരിയായിട്ട് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അമ്മമാർക്കൊക്കെ വേണ്ടി ഇത് പർച്ചേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാരിയായിട്ട് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടോപ്പ് ചെയ്യാനും നല്ലൊരു ഐറ്റമാണ്. മീറ്റർ പ്രൈസ് 100 റുപ്പീസാണ്. 44 വിഡ്ത്ത് വരുന്നു. അടുത്തതായിട്ട് വേറൊരു ഡിസൈനിലുള്ള ബാന്തിനിയാണ്.
ഇതിനകത്ത് നമുക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബ്ലാക്ക്, ഗ്രേ ആൻഡ് വൈറ്റ് പ്ലസ് ഒരു യെല്ലോ, അങ്ങനെ 4 കളർ കോമ്പിനേഷനും കൂടെ വരുന്ന ഒരു ബാന്തിനി ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് എല്ലാം സെയിം ആണ്, വിഡ്ത്തും സെയിം ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നത് ലഹരിയാണ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ലഹരിയാണ് ഡിസൈനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലഹരിയ പാറ്റേൺ നമുക്ക് ടോപ്പ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. നമുക്ക് കുറച്ചൊരു ഹൈറ്റൊക്കെ തോന്നിക്കുന്ന ഒരു മോഡലായിരിക്കും. നമുക്ക് മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇതിന് നമുക്കൊരു പിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ലഹരിയ ഡിസൈൻ തന്നെ. ഇനി ഇതൊക്കെ ബോട്ടം ചെയ്യാനും നല്ലതാട്ടോ. നമുക്കൊരു പ്ലെയിൻ ഹക്കോബ ടോപ്പ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റിൽ വൈറ്റ് ടോപ്പിൻ്റെ ഒക്കെ ഒപ്പം ജസ്റ്റ് ലൈനിങ് ഇട്ടിട്ട് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു പലാസോ മോഡലോ അല്ലെങ്കിൽ എലിഫൻറ്റ് പലാസോ അങ്ങനത്തെ ഏത് ലൂസ് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. 100 per meter വരുന്നു. 44 ആണ് വിത്ത് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഫുട്ബോൾ ഹക്കോബ കാണാം. ഇന്ന് നമ്മൾ 12 ഷെയ്ഡ്സിലാണ് 12 ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫുട്ബോൾ ഹക്കോബ. അതും എല്ലാം നമ്മൾ ദുപ്പട്ട മാച്ചിങ് പ്ലസ് ഒരു ജോർജറ്റ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ജോർജറ്റ്, ആ ഒരു കൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഹക്കോബ പ്ലസ് ദുപ്പട്ട ആയിട്ട് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഹക്കോബ പ്ലസ് ജോർജറ്റ് നമുക്ക് ജാക്കറ്റ് ഒക്കെ ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബോട്ടം വേണമെങ്കിൽ ലൈനിങ് ഒക്കെ ചെയ്യാനോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോഡൽ സ്കേർട്ട് ആൻഡ് ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പ് വിത്ത് ഒരു സ്കേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ പർപ്പസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവന്നത്. ഫുട്ബോൾ ഹക്കോബയുടെ പ്രൈസ് വരുന്നത് 120 ആണ്. മീറ്റർ വിത്ത് വരുന്നത് 42 ആണ്. നല്ല ക്രഷിൽ വരുന്ന ദുപ്പട്ട, നല്ല ഭംഗിയുള്ള കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. വൈറ്റ് ഡിസൈൻ, വൈറ്റ് ബാന്തിനി ഡിസൈനിൽ ഷിഫോൺ ക്രഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. 300 rupees ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ്. 44 വിത്തിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണിത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരു മോഡൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റം. 80 rupees ആണ് ജോർജറ്റ് ഫാബ്രിക്കിന്റെ പ്രൈസ് വരുന്നത്. മീറ്ററിന് 80 rupees. അത് നമ്മൾ ബ്ലാക്കിൽ വരുന്ന ഫുട്ബോൾ ഡിസൈനിൽ വരുന്ന ഹക്കോബയാണ്. ഇതിന് നമ്മൾ ദുപ്പട്ടയും ജോർജറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു നമ്മളിപ്പോ കാണിക്കുന്ന ജോർജറ്റ്, ഇതിനൊപ്പം മാച്ചിങ് ഒക്കെ കാണിക്കുന്ന ജോർജറ്റുകളൊക്കെ തന്നെ സ്കേർട്ട് ചെയ്യാൻ, അംബർല സ്കേർട്ട് ചെയ്യാൻ നല്ല ഐറ്റമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അംബർല പാറ്റേൺ ഈ ഒരു ജോർജറ്റിലൊക്കെ അങ്ങനെ ഷോപ്പിലൊക്കെ അത്ര അവൈലബിലിറ്റി ഉണ്ടാവുന്ന ഒരു ഐറ്റം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അംബർല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതിന് മാച്ചിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ദുപ്പട്ട ഒരു ബ്ലാക്ക് റെഡ് ചിക്കു കോമ്പിനേഷനിൽ വരുന്ന നമുക്ക് ഒരു മോസ്റ്റ് സെല്ലിംഗ് ദുപ്പട്ട എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അപ്പൊ ഇത് ഈ ഒരു ദുപ്പട്ട 300 rupees ആണ്. ഷിഫോൺ ഫാബ്രിക് ക്രഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പം ഒരു ദുപ്പട്ടയും കൂടെ നമ്മൾ ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അപ്പം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നോക്കിയിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതും ഷിഫോൺ ക്രഷ് ചെയ്തിട്ടുള്ള 300 rupeesന്റെ ദുപ്പട്ടയാണ്. ഇനി നിങ്ങൾക്ക് ദുപ്പട്ട വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ജോർജറ്റ് ആയിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് വരുന്നത് 6 പാറ്റേൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ 44 വിത്ത് 80 rupees per meter. ഫുട്ബോൾ ഹക്കോബയിൽ അടുത്തത് വരുന്നതും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിന് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇപ്പോഴും ബ്ലൂവും പിങ്കും നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് ഈ ഒരു ലൈറ്റ് ബ്ലൂ പ്ലസ് ഒരു ബേബി പിങ്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യാമെന്ന് കരുതി. ഇതൊരു പ്ലെയിൻ ദുപ്പട്ട, ക്രഷ് ചെയ്തിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട തന്നെ, ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ട, 2.5 ലെങ്ത്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ടയാണ്. 270 ആണ് ഈ ദുപ്പട്ടയുടെ പ്രൈസ്, 270 രൂപ. ഇനി ഹക്കോബയിൽ അടുത്തത് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ്. നമ്മൾ ആദ്യം ബാന്തിനി കണ്ടില്ലേ? അപ്പൊ ബാന്തിനിക്കൊക്കെ ചിലൊരു ക്രീം കോമ്പിനേഷൻ വരുന്ന ബാന്തിനി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ഒരു ഹക്കോബ വെച്ചിട്ട് നമുക്കൊരു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ ഒരു ബ്ലൗസോ എന്ത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ 120 rupees വരുന്ന ഫുട്ബോൾ ഹക്കോബയാണ്. 42 വിഡ്ത്ത് വരുന്നു. ഇതിൽ നമ്മൾ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത് ബാത്തിക് ഡിസൈനിലുള്ള ദുപ്പട്ടയാണ്. കാരണം ബാത്തിക് ആ കളറിന് ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡാണ്. അതിന് അകത്തുള്ള ഡിസൈൻ എക്സാക്ട് മാച്ചിങ് ആണ്, ഒരു ക്രീം ഷെയ്ഡാണ്. അപ്പൊ ഏതൊരു ക്രീമിന്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു ക്രീം ടോപ്പ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ദുപ്പട്ട വാങ്ങിച്ചാൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല ലെങ്ത്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ്. 250 ആണ് ദുപ്പട്ടയുടെ പ്രൈസ്. 250 രൂപ വരുന്നു. ഇനി ഇതിന്
നമ്മൾ പെയർ ചെയ്യാനായിട്ട് ജോർജറ്റ് അല്ല ഹക്കോബയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, സോറി കോട്ടയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കോട്ട ഗ്രീൻ ഷെയ്ഡിൽ ബാന്തിനി ഡിസൈൻ ആണ്. ഇന്ന് ബാന്തിനിയുടെ ദിവസമാണ്. നമ്മൾ ആദ്യം ജോർജറ്റിൽ കണ്ടു, ഇപ്പൊ അടുത്ത് കോട്ട കണ്ടു. അപ്പം ഈ ഒരു ബാന്തിനി നമുക്ക് വേണമെങ്കിൽ സാരി ആക്കാവുന്നതാണ്. 44 വിഡ്ത്ത് ആണ്. അപ്പൊ ഈ ഹക്കോ ബ്ലൗസ് ഇട്ടിട്ട് ഇത് സാരി ആക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് 5.5 മീറ്റർ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സാരി ഫോളും കൂടെ വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം കോട്ട എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സാരി ഫോൾ വെക്കുന്നതായിരിക്കും ഭംഗി. ഇല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം, ഇതൊരു ടോപ്പ് ചെയ്തിട്ട് ഹക്കോവ ഫുട്ബോളിന്റെ ലൈനിങ് ഇട്ടിട്ട് ഒരു ബോട്ടം ചെയ്താലും നല്ലതായിരിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. 80 റുപ്പീസ് ആണ് ഈ ഒരു കോട്ടയുടെ പ്രൈസ് വരുന്നുള്ളൂ, വെറും 80 റുപ്പീസ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വൈറ്റ് കളർ കാണാം. ഫുട്ബോൾ ഡിസൈനിൽ വൈറ്റ് കളർ വരുന്നു. ഇതും 120 റുപ്പീസ് പെർ മീറ്റർ. വിഡ്ത്ത് വരുന്നത് 42 ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ ഫുട്ബോൾ ഹക്കോബയുടെ പ്രൈസ് നമ്മൾ കുറച്ചിട്ടുണ്ട്. നേരത്തെ 130 ആയിരുന്നു, ഇപ്പൊ 120 ആയിട്ടുണ്ട്. പെർ മീറ്ററിൽ നമ്മൾ 10 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട് ഫുട്ബോൾ ഹക്കോബയുടെ റേറ്റ്. അപ്പം ഇത് നമ്മൾ മാച്ചിങ് ആയിട്ട് 2 ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ബ്ലൂ ദുപ്പട്ട കാണാം. ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണിത്. ഇതും ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട. ഈ ദുപ്പട്ടയുടെ പ്രൈസ് 300 ആണ്, 300 റുപ്പീസ് വരുന്നു. അടുത്തതായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് പിങ്ക്, അതായത് ഒരു റെഡിഷ് പിങ്ക് എന്നൊക്കെ പറയാം, ഒരു മെറൂണിഷ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഒരു ഡാർക്ക് പിങ്ക് ആണ്. നല്ല ഭംഗിയാണ് ഈ ഒരു വൈറ്റിനൊപ്പം. ബാന്തിനി ഡിസൈൻ, ചെറിയ ബാന്തിനി ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ പോയിരിക്കുന്നത്. ഷിഫോൺ ഫാബ്രിക് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. 300 റുപ്പീസ് ആണ് ദുപ്പട്ടയുടെ പ്രൈസ്. ഇനി ഈ ഒരു വൈറ്റിൽ നമ്മൾ മാച്ചിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കോട്ടയിലുള്ളതാണ്. അതും ബാന്തിനി ഡിസൈനിൽ തന്നെ വരുന്ന കോട്ട ഫാബ്രിക്. ഈ ഒരു കോട്ട ഫാബ്രിക്കിന്റെ എഡ്ജ് ഫിനിഷ്ഡ് അല്ല. അപ്പൊ സാരിക്ക് സെലക്ട് ചെയ്യുന്നവർ എഡ്ജ് ഒന്ന് മറക്കി അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. 80 റുപ്പീസ് ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഈ കോട്ടയുടെ. അപ്പൊ അതിനകത്തും ബാന്തിനി ഡിസൈൻ വൈറ്റ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ കോമ്പിനേഷൻ പോകുന്നുണ്ട്. അപ്പൊ ഈ വൈറ്റിന് എക്സാം നല്ല മാച്ചിങ് ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എഡ്ജൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ വൈറ്റ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദുപ്പട്ടയായിട്ട്, ഈ ഒരു വൈറ്റ് ടോപ്പിന് ഈ ഒരു ദുപ്പട്ടയായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു രാമ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നു. 120 പെർ മീറ്റർ റേറ്റ് വരുന്ന 42 വിഡ്ത്ത് ആണ്. അതും എല്ലാവരും ശ്രദ്ധിക്കണേ, 42 വിഡ്ത്ത് ആണ്. അപ്പം നോർമലി എടുക്കുന്നതിനേക്കാൾ എപ്പോഴും ഒരു 0.25 അല്ലെങ്കിൽ ഹാഫ് മീറ്റർ എങ്കിലും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളതും വൈറ്റ് ആൻഡ് ആ ഒരു കളർ കോമ്പിനേഷൻ, നമ്മുടെ മെറ്റീരിയലിനേക്കാളും കുറച്ച് ഡാർക്കർ ബോർഡർ വരുന്ന 300 റുപ്പീസിന്റെ ഒരു ദുപ്പട്ടയാണ്. ഇനി അടുത്തത് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഹക്കോബയുടെ കളറാണ്. ഒരു ലൈറ്റർ ഒനിയൻ അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്നതാണ്. 120 ആണ് ഇതിന്റെയും പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ 2 കളറിലുള്ള ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. 2 എക്സാക്ട്ലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 ദുപ്പട്ടയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ട് ഇതിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് വരുന്ന ബാത്തിക് ഡിസൈൻ വരുന്ന, നമ്മൾ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഈ ദുപ്പട്ടയ്ക്ക് നമുക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് കാണുന്ന ഒരു ഫ്ലവർ ഡിസൈൻ അല്ല. അപ്പൊ ചിലപ്പോൾ അടുത്ത നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്ക് കളറൊക്കെ സെയിം ആയിരിക്കും, ഇതിന്റെ അകത്തെ ഡിസൈൻ മാത്രം ചെറിയ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന് മുമ്പേ കണ്ട കളറിനും അങ്ങനെ തന്നെ ആയിരിക്കും, ആ ഒരു പിങ്ക് ഷെയ്ഡിനും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇത് പലതും പല ഡിസൈനിലാണ് വരുന്നത്, പക്ഷെ കളർ സെയിം ആയിരിക്കും, പാറ്റേണും സെയിം ആയിരിക്കും. ജസ്റ്റ് ആ ഫ്ലവർ മാറി വേറൊരു ഫ്ലവർ പാറ്റേൺ, ആ ഒരു ഡിഫറൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു ദുപ്പട്ട ബ്ലാക്കിൽ വരുന്നു. ബ്ലാക്കിൽ ആ ഡിസൈൻ, ആ കറക്റ്റ് ഫ്ലോറൽ ഇതിന്റെ അതേ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. അപ്പം ഈ നിങ്ങൾക്ക് ഇതേ കളർ ടോപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു ദുപ്പട്ടയാണിത്. ഇത് നമ്മൾ ഇവിടെ തന്നെ മേക്ക് ചെയ്യുന്ന ദുപ്പട്ടയാണ്. അത് 2 എൻഡിലും നമ്മൾ ലേസ് ഒക്കെ കൊടുത്തിട്ട്, ബ്ലാക്ക് ലേസ് ഒക്കെ കൊടുത്തിട്ട് ടാസിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല വലിപ്പമുള്ള ദുപ്പട്ടയാണ്. 270 ആണ് ഈ ദുപ്പട്ടയുടെ പ്രൈസ്. 270 രൂപ വരും. നല്ല ഒതുങ്ങി കിടക്കുന്ന ഷിഫോൺ ഫാബ്രിക് ആണ്. പ്ലെയിൻ ടോപ്പ് വിത്ത് ഈ ഒരു പ്രിന്റഡ് ദുപ്പട്ട അടിപൊളിയാണ്. ഇനി ഇതിന് മാച്ചിങ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഷിഫോൺ ഫാബ്രിക് ആണ്. ഈ ഒരു ഒതുങ്ങി കിടക്കുന്ന ഷിഫോൺ ഫാബ്രിക് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഡാർക്കർ ടോൺ എന്ന രീതിയിൽ
നമുക്ക് നല്ലതായിട്ട് മാച്ചിങ് ആവുന്നുണ്ട്. അപ്പം ഇത് ബിഗ് വിട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് 100 rupees ആണ്. 100 രൂപ വരുന്ന ഷിഫോൺ ഫാബ്രിക് ആണ്. അടുത്തതായിട്ട് ഒരു യെല്ലോ ഷെയ്ഡാണ്. പക്ഷെ ഈ ഒരു യെല്ലോ നമ്മൾ അങ്ങനെ കാണാത്ത ടൈപ്പ് യെല്ലോ ആണ്. അതായത് ഒരു ജസ്റ്റ് പിസ്തയുടെ ഷെയ്ഡും അങ്ങനത്തെ യെല്ലോ, പ്യുവർ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല, എന്നാലും ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. 120 per meter മാത്രം റേറ്റ് വരുന്നു. ഇതിന്റെ ദുപ്പട്ടയും അടിപൊളിയാണ്. നമ്മൾ മുമ്പേ കണ്ട ബ്ലാക്കിൽ വരുന്ന പ്രിന്റ് പോലെ തന്നെ വേറൊരു പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ്. ഇത് നമ്മൾ ലേസ് വർക്ക് രണ്ടിലും ലേസ് വർക്ക് കൊടുത്തിട്ട് ടാസിലൊക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണിത്. നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ്. ആ ഫ്ലോറൽസിനകത്തുള്ള ആ ഒരു യെല്ലോ ഈ ഹക്കോബർ യെല്ലോ ആയിട്ട് എക്സാക്ട് മാച്ചിങ് ആണ്. പിന്നെ ഈ ഒരു ദുപ്പട്ടയുടെ പ്രത്യേകത, അതിനകത്ത് 3 ഷെയ്ഡ് വരുന്നുണ്ട്. യെല്ലോ, പിങ്ക്, അല്ലെങ്കിൽ പീച്ച് ഷെയ്ഡ് പ്ലസ് ഒരു ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ ഇതിന് ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു ദുപ്പട്ട. ഇതിന് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ്, നമ്മൾ റഷ്യൻ ജോർജറ്റ് ആണ്. റഷ്യൻ ജോർജറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ജോർജറ്റ് ആയിരിക്കും. 150 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഡിസൈനും ഈ ഒരു യെല്ലോ ആയിട്ട് കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹക്കോബയുടെ അടുത്ത കളർ, അടുത്ത ഒരു പീച്ച് ഷെയ്ഡാണ്. ഈ ഒരു പീച്ച് ഷെയ്ഡിന് നമ്മൾ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ദുപ്പട്ടയും ജോർജറ്റും ഒക്കെ എടുത്തോ. ഇതിന് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഷിഫോണിന്റെ 300 രൂപയുടെ 300 rupeesന്റെ ദുപ്പട്ടയാണ്. ഇതിന് നമ്മൾ മാച്ചിങ് ആയിട്ട് 2 ഐറ്റത്തിലുള്ള 2 ഡിസൈനിൽ വരുന്ന ജോർജറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ജോർജറ്റ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സെപ്പറേറ്റ് ജോർജറ്റ് തന്നെ കാണിക്കുന്നതിനേക്കാളും ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് കിട്ടും. എന്തെങ്കിലുമൊക്കെ ടോപ്പോ അല്ലെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ സ്കർട്ടും ടോപ്പൊക്കെ മേക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയാസ് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കാണിക്കുന്നത്. ഇത് 80 rupeesന്റെ ജോർജറ്റ് ഫാബ്രിക് ആണ്. 44 വിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഡാർക്കർ പീച്ച് ടോൺ ആയിരുന്നു. അടുത്തത് ബ്ലൂവിൽ വരുന്നതാണ്. അതിനകത്തെ ഫ്ലോറൽസും ഈ ഒരു പീച്ചും തമ്മിൽ എക്സാക്ട് മാച്ചിങ് ആണ്. ഇത് 80 rupeesന്റെ 44 വിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ്. അപ്പം കറക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പെയർ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹക്കോബയിൽ അടുത്ത കളർ വരുന്നത് മെറൂൺ ആണ്. നല്ല ഡാർക്കർ മെറൂൺ ഷെയ്ഡാണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് നല്ല ഡിമാൻഡാണ് ഹക്കോബയിൽ. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്രീം പ്ലസ് ഈ ഒരു മെറൂൺ, ഈ 2 ഷെയ്ഡിനാണ് നമുക്ക് ഏറ്റവും ഓർഡർ വരുന്ന ഒരു ഐറ്റം. 42 വിട്ടിൽ വരുന്നു. 120 ആണ്. ഇനി ഇതിന് നമുക്ക് ദുപ്പട്ട കൊണ്ടുവന്നിരിക്കുന്നത് ക്രഷ് ആണ്. നമ്മൾ ഇതിന്റെ ഷെയ്ഡ് നേരത്തെ കണ്ടിരുന്നല്ലോ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആ ഒരു വേറൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ കണ്ടിരുന്നു. അതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ദുപ്പട്ട. 300 rupees ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഒരു വൈൻ ഷെയ്ഡാണ്. പക്ഷെ ഈ ഒരു വൈൻ ഷെയ്ഡിന്റെ പ്രത്യേകത, ഇത് അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് അല്ല, ഒരു ഡസ്റ്റി വൈൻ ഷെയ്ഡാണ്. ഇതിനും ദുപ്പട്ടയും ജോർജറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് കുറച്ചുകൂടി ഒരു ഡസ്റ്റി ഷെയ്ഡിലാണ് ഈ ഒരു വൈൻ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിന് മാച്ചിങ് ആയിട്ട് ഈ ഒരു ദുപ്പട്ട മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. പിങ്കും വൈനും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. 300 rupees അതിന്റെ ക്രഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. ഇനി ഈ ഒരു വൈൻ ജോർജറ്റ്, ഇതും ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിന്റെ വേറെ കളേഴ്സ് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു കളറാണിത്. ഡാർക്കർ വൈൻ ടോൺ ആണ്. അപ്പൊ ഈ ഒരു ഡാർക്കർ വൈൻ ടോണും ഇതും കൂടെ മാച്ച് ആവുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് 80 rupees ആണ് പ്രൈസ് വരുന്നത്. അല്ല സോറി, 100 rupees ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇനി ഹക്കോബയുടെ ഒരു ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. $120 പ്രൈസ് തന്നെ. 42 വിട്ട് വരുന്നു.
ഹക്കോബ ഇട്ടിട്ട് ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോയി. കാരണം നമ്മൾ 12 ഷെയ്ഡ്സ് ആണ് കാണിച്ചത്. അതും എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും കൂടെ കാണിക്കുമ്പോൾ ദുപ്പട്ടയുടെ പ്രൈസ് 300 ആണ്. 300 രൂപ വരുന്ന ദുപ്പട്ടയാണ്. ഇനി ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഷിഫോൺ ഫാബ്രിക് ഉണ്ട്. ഇത് ഷിഫോൺ ആണ് ഫാബ്രിക്. അപ്പൊ ഇന്ന് കാണിച്ചത് ജോർജറ്റിനും ഷിഫോണും ഒക്കെ മിക്സ് ആണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഓരോന്നിന്റെയും എന്താന്നുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഈ ഒരു ഷിഫോൺ ഫാബ്രിക് 44 വിഡ്ത്ത് വരുന്നു. 80 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇതിന്റെയും കളർ ടോൺ നല്ല മാച്ചിങ് ആയിട്ട് തന്നെ വരുന്ന കളർ ടോൺ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഷിഫോൺ ആയതുകൊണ്ട് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനി ഈ ഒരു ഷിഫോൺ ഫാബ്രിക് ഇത് വൈറ്റ് ഓഫ് വൈറ്റ് പ്ലസ് ഒരു ഗ്രീൻ ആണ്. അപ്പൊ ഇത് വേണമെങ്കിലും നമുക്ക് ദുപ്പട്ടയായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. 80 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 വിഡ്ത്ത് വരുന്നു. അപ്പൊ 2.5 മീറ്റർ കട്ട് ചെയ്താലും നമുക്ക് ഇത് ദുപ്പട്ടയായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് നൈറ്റി ബിറ്റ്സിന്റെ ഡിസൈൻസ് കാണാം. നൈറ്റി ബിറ്റ്സ് നമുക്ക് നല്ല ഓർഡർ ഉള്ള ഒരു ഐറ്റം ആണ്. കാരണം ഇത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റം ആണ്. 250 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 36 വിഡ്ത്ത് വരുന്നു. 36 വിഡ്ത്ത് വരുന്ന ഫാബ്രിക് ആണ്. 2.9 മീറ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത്. അപ്പോൾ 36 വിഡ്ത്ത് ആയതുകൊണ്ട് തന്നെ 2.9 വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നൈറ്റിക്കാണെങ്കിലും നല്ല പ്യുവർ കോട്ടൺ ആണ്. നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. അപ്പം ലൈനിങ് ഇല്ലാണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റി ബിറ്റ് ആണ് ഇതൊക്കെ. എല്ലാം 250 ആണ് റേറ്റ് വരുന്നത്. അപ്പം ഇതിന്റെ കുറഞ്ഞ ഐറ്റമും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. നൈറ്റി ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ഐറ്റവും പല പല റേഞ്ചിലുണ്ടാവും. അപ്പം ഇതിന്റെയും കുറഞ്ഞതുണ്ട്. നമ്മൾ ഓൺലൈൻ ചെയ്യാറില്ല. അപ്പോൾ നേരിട്ട് കണ്ട് തുണി പിടിച്ച് നോക്കി പറ്റുന്നവർക്ക് മാത്രമാണ് നമുക്കത് ഷോപ്പിൽ ഉണ്ട്. അപ്പം അങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ്. 250 റുപ്പീസ്. 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 500 ആയി. അപ്പം നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നതാണ്. ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് 2 പീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടോപ്പായി ഫ്രീ ഷിപ്പിങ്ങിൽ ഈ സംഭവം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. എപ്പോഴും നമ്മൾ അജ്രക്കാണ് കൂടുതൽ. അങ്ങനത്തെ അജ്രക് പാറ്റേൺസ് ആണ് ഈ നൈറ്റി ബിറ്റ്സിൽ കൊണ്ടുവരാറ്. അപ്പം അതെല്ലാം 250യുടെ 2.9 ലെങ്ത് ഉള്ള 36 വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കുകളാണ്. അതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിപ്പോൾ ഈ വീഡിയോയിലെയും പ്ലസ് പഴയ വീഡിയോയിലെയും ഒക്കെ കൂടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. 2 ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം വാട്സപ്പായിട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ എത്ര മീറ്റർ ആണെന്നും കൂടെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബില്ല് അയച്ചു തരുന്നതാണ്. ബില്ല് അയച്ചു തരുന്ന നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മളിവിടുന്ന് പോസ്റ്റായിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി 500 മുകളിലുള്ള ബില്ലാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. 500 ബിലോ ആണെങ്കിൽ ചെറിയൊരു പോസ്റ്റൽ ചാർജ് നമ്മൾ എടുക്കുന്നതാണ്. ഇന്നത്തെ അക്കോബയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. താങ്ക്